Hi guys, welcome to Testy Tour. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്റ്റൈൽ ആടുമന്തിയാണ്. ഇതെന്റെ ഒരു സൗത്ത് ഈസ്റ്റ് ഫ്രണ്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആടുമന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മന്തി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കിലോ മട്ടൺ എടുത്തിട്ടുള്ളത്. ഇതൊരു ആവറേജ് സൈസ് കട്ട് ചെയ്തിട്ടുള്ള മട്ടനാണ്. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള സ്പൈസസ് എന്തൊക്കെ നോക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗ്രാമ്പു, പട്ട, ഏലക്ക, 2 പച്ചമുളക്, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഈ സ്പൈസ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കുന്നത്. വെളുത്തുള്ളി, വലിയുള്ളി, തക്കാളി ഇതൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മട്ടൻ വേവിക്കുന്നതിന് വേണ്ടി നമ്മളെടുത്ത് വെച്ച 1.5 കിലോ മട്ടൻ നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ള സ്പൈസസ് കൂടി ആഡ് ചെയ്യാം. ഇനി മട്ടൻ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കുക്കർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. എന്നാലേ നല്ലവണ്ണം വെന്ത് കിട്ടുകയുള്ളൂ. ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ഡ്രൈഡ് ലെമണും 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഉള്ളി നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ലവണ്ണം വാട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളത്തിൽ 1/2 മണിക്കൂർ കുതിർത്തിയെടുത്ത മന്തി റൈസ് 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചി നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ 7 വിസിൽ വന്നപ്പോഴാണ് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഈ റൈസിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയും അതിൻ്റെ വേവിച്ച വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരി വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് അരി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഒന്ന് തുറന്ന് നോക്കാം. നമ്മളെ ചോറ് റെഡി ആയിക്കണോ ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് നല്ലവണ്ണം ഈ ഫോർക്ക് വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അറബിക് സ്റ്റൈൽ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.